അത് ശരി, അങ്ങനെ പറഞ്ഞു അല്ലേ? ശരി. അല്ല തമ്പുരാൻ, ഞാനൊന്ന് പോവാ, ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട, ഈ മംഗലം രക്ഷപ്പെട്ടു. എനിക്കതിലാ സങ്കടം. നമുക്ക് വേറെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അല്ലേ നമ്പീശ? എന്നാലും ആ കൃഷ്ണ ഓർമ്മേണ്ട ഒരു അഹന്തേ തമ്പുരാന്റെ ഔദാര്യത്തില് ഇവിടെ കഴിയണെന്ന നന്ദിയായി കാട്ടിയത്. മറ്റടുത്തൊരു പീനപ്പെട്ടി. അതൊക്കെ വീടന്റെ ശാരടി മാഷെ. പൊട്ടട്ടെ, അടുത്ത റൗണ്ട് മയക്കുവെടി. പിള്ളേ പൊന്നിൽ മൂടി ചന്തക്കാരിയെ നടക്കാനുള്ള മോഹമൊന്നുമല്ല. അത്താഴപ്പഷ്ണിക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തുള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ മാരാത്ത ചന്ദ്രി എന്ത് ഭൂതക്കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായെ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ, നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കെട്ടിട്ട്. ദേ, നീ കേക്കണ്ടോ? 5 തോല പൊന്നില് കാപ്പുണ്ടാകണ കാര്യമല്ല പറയണേ. ദാ ഇത്തിരി ഒരു നുള്ളു പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കണുള്ളൂ. ആരോട് പറയാനാ? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരം ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമിഴ്ന്ന് കിടപ്പാ പണി. ആ കുന്ത്രാണ്ട് ഇവിടെ നീ എന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും എല്ലാരും. കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാണ്ടി പിള്ളേർക്ക് കൊടുക്കണം എടുത്തിട്ട്. ഒരു ബാല്യക്കാരി കുട്ടിയാണ്. അതിന് വല്ല ചാന്തോ പൊട്ടോ 4 കുപ്പിവളയോ എന്തെങ്കിലും ഇക്കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഏഹേ, ഇങ്ങനെ ഇരുന്നോളും അനങ്ങാപ്പാറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അങ്ങനെ ഒരു സിനിമാ കളിയുണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറിഞ്ഞി ഇങ്ങോട്ട് പോരെ. ക്ഷമാങ്കൂടി സാധകം ചെയ്യണ നേരാ. ശല്യപ്പെടുത്തണ്ട. ഒന്നും വാങ്ങി തരണ്ട. 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? അതും ഇല്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ. പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്. ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി. ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ്ണില. എന്താ എടുക്കാനുണ്ടാ ഒരെണ്ണം? എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇത്തിരി പണം തരിക. ഇന്നലെ പറഞ്ഞ എന്താ? ഇതൊരു അമൂല്യ നിധിയാണ്, ഞാൻ ആരെ കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെ അല്ലേ? പറഞ്ഞു. പണത്തിനൊരു അത്യാവശ്യം. ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ. എന്താ ഇതിൽ സൗണ്ട് ഒന്നും ഇല്ലേ? അത് ഇങ്ങനെ ആക്കണം. എന്നാ ആക്കൂ. എന്താ പ്രതീക്ഷിക്കണേ വില? അത് ഒരു 1000 റുപ്യ. 1000 റുപ്യ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാന്റെ കാലത്തെ സാധനത്തിന് 1000 റുപ്യ? 1000 റുപ്യക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്. എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കിട്ടോ? എന്തിനല്ലേ ഒരു സാമാന്യ നിയമം ഒരു 750 രൂപ. എന്താ? അത് തികയില്ല. കൊണ്ടുവയ്ക്കുള്ളൂ, എനിക്ക് വേണ്ട. ഒരു സഹായമായിട്ട് കരുതി. അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല. സ്വർണം വല്ലതുണ്ടേ കൊണ്ടുവരൂ. വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം. ഒരു നിർധനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശരി, 900 രൂപ അവസാനത്തെ വില. ഇനി പേശലില്ല. ഇഷ്ടം തരൂ. ബാക്കി തരാ എന്റെ ഇല്ല. ഞാൻ വാങ്ങിച്ചോളാം, മറക്കാതിരുന്നാ മതി. ഇല്ല, വലിയ ഉപകാരം. സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ. എന്താണാവോ? മയക്കുവെടി ഒരു റൗണ്ടാവല്ലേ? അയ്യോ ഇല്ല,
ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല. ക്ഷമിക്കണം. ഓക്കെ. ആ പിന്നെ ഓ, വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റോടാവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. ഓ, ആ. മോളെ ഇങ്ങോട്ടൊന്ന് നോക്കൂ. അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ. ഒന്ന് കാണട്ടെ അച്ഛൻ. മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛൻ മാറ്റി വാങ്ങാം. എനിക്ക് കാണണ്ട. കുട്ടി ഒന്ന് നോക്കുക. വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണം? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണമായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് ആ ഹാർമോണിയം വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. ഓ, അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിൽ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. അതിലും വലുതാ ആ പഴയ ഹാർമോണിയം. അതും വായിച്ച് കളഞ്ഞ കാലം 4 ചൂട് തെങ്ങിന് തടം കോരായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത്. അതിനിടയിൽ ഒരു ഇത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഉള്ളിൽ കരഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? എന്താ അപ്പത് കാണിക്കണേ? പാലക്കാട് കൊണ്ടുപോയി പല്ലെടുപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂ. വേണ്ട മോളെ. വേണം. അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞ് നടക്കണ്ട. അത് തിരിച്ചു വാങ്ങണം. മോളെ, പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക. ഉണ്ണിമായ പോവും. ഇപ്പൊ ഈ രാത്രിയില്. എന്താ തമ്പുരാട്ടി ഇവിടെ? അസത്ത് ജാതികളുടെ ദർബാറാണിത്. കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം. അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? നിങ്ങൾ അച്ഛനും മകളും കൂടെ ആളെ കളിയാക്ക? ഒരാള് വിൽക്കാൻ കൊണ്ടുവരാ, അതിനെ പറയാ മറ്റൊരാൾ വാങ്ങാൻ വരിക. എന്താ ഇത്? അച്ഛനൊരു അബദ്ധം പറ്റി. അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വീണ്ടും ഇവിടേക്ക് വരാനുള്ള മനപ്രയാസം. അതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത? ആര് വന്നിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട്. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ കാക്കയോ അങ്ങനെന്തോ പറക്കാറില്ല, അങ്ങനെ അതുമല്ലാണോ? എനിക്ക് പോണം. ആ ഹാർമോണി കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രഭാഷയെ പറയണോ? ഹാർമോണിയം നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ശബ്ദം ഉണ്ടാക്കി രസിക്കും. എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും. എന്നിട്ട് ഇങ്ങനെ 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 കൊത്തി നുറുക്കിയിട്ട് പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കുരങ്ങിന്റെ കയ്യില് പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തുവാവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും.
ആരാ ഇത്? കൊളപ്പള്ളി തമ്പുരാനാ? നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഓ, ഈ കോലവും പൊളിക്കണ കാര്യല്ലേ? ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന ബാപ്പു സാഹിബ് വന്ന് കണ്ടു. മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല. പക്ഷെ കച്ചവടം പറ്റിട്ടില്ല. മൂപ്പർ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാ, ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കോലത്ത് താമസായ പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണേ. ഈ അമ്പലം ആചാരക്കുള്ള സ്ഥലമല്ലേ, നോൺ വെജിറ്റേറിയൻ കേറ്റാൻ പാടില്ലാത്ര. നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് അവിടുന്ന് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ. അയ്യേ, കള്ളല്ല, സ്കോച്ച് വിസ്കി. അത് വെജിറ്റേറിയൻ. ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കണ സത്തല്ലേ. പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. നീ ആറാംബ്രാനായിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയുന്നുണ്ട്. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? സത്യം എനിക്കറിയണം. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണെന്ന്. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിനുത്തരം. ഞാൻ ആര്? അവര് പറഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ചോദ്യം നമ്പർ 2, ഞാൻ കോവിലകം വാങ്ങിച്ചതിന്. ഉത്തരം ലളിതം. വെറുതെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക്, ഒരു കിറുക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര. ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോലത്തേക്ക്. വേദാന്തം എനിക്ക് ഇഷ്ടമാണ്. വണ്ടി എടുത്ത് വരണം. വണ്ടി റോഡിന്റെ നടുക്കൊണ്ടിട്ട് ഊച്ചാളത്തിനും കഴിഞ്ഞ ചവിട്ടി അടിതാമി കിടക്കും. ഹറാം സാലെ തെരമാക്കി. തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ചില്ല. സമയമാകുമ്പോ ഞാൻ കൊളപ്പള്ളി വരാം. പോണം. ബാബു വണ്ടി ഇടാ. ചുമ്മാ ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്.